പ്രിയമുള്ളവരെ, കേരള സർക്കാർ 35 വയസ്സിനും 59 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് മാസം 1000 രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുന്നുണ്ട്. ഏതാനും മാസത്തെ പെൻഷൻ അപേക്ഷ നൽകിയവർക്കെല്ലാം ലഭിച്ചു കഴിഞ്ഞു. 18 ലക്ഷത്തോളം ആളുകളാണ് അപേക്ഷ നൽകിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 1 ലക്ഷത്തിനടുത്ത് അപേക്ഷകൾ 81,000-ഓളം അപേക്ഷകൾ തിരിച്ചയച്ചിട്ടുള്ളതായും മനസ്സിലാക്കുന്നു. അപേക്ഷകൾ തിരിച്ചയക്കപ്പെടാനുള്ള ഒരു പ്രധാന കാരണം നിങ്ങളുടെ ആധാറും SSLC സർട്ടിഫിക്കറ്റും തമ്മിലുള്ള പ്രായവ്യത്യാസം ആയിരിക്കാം. അല്ലെങ്കിൽ ഈ രണ്ട് രേഖകളിലും 2 ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം കൊടുത്തിട്ടുള്ളത്. ആധാർ പ്രായം തെളിയിക്കുന്ന ഒരു രേഖയായി പരിഗണിക്കുന്നില്ല. പ്രായം തെളിയിക്കുന്ന രേഖയായി സ്ത്രീ സുരക്ഷാ പെൻഷന് ആവശ്യപ്പെട്ടിട്ടുള്ളത് SSLC, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ 4 രേഖകളാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ 4 രേഖകളും ഇല്ലാത്ത ആളുകൾ ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും ഒരു സീനിയർ ഡോക്ടറുടെ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് തന്നെ നൽകണം. നമ്മുടെ അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ നിന്നൊന്നും വാങ്ങരുത്. അങ്ങനെയുള്ളതൊന്നും കിട്ടാൻ സാധ്യതയില്ല. പ്രൈവറ്റ് ആശുപത്രികളിൽ നിന്നും വാങ്ങരുത്. അപ്പോൾ ഇങ്ങനെ 5 രേഖകളാണ് പ്രായം തെളിയിക്കാൻ കൊടുത്തിട്ടുള്ളത്. SSLC സർട്ടിഫിക്കറ്റും ആധാറും 2 പ്രായമാണ് നൽകിയിട്ടുള്ളതെങ്കിൽ ആധാർ അപേക്ഷയോടൊപ്പം വയ്ക്കരുത്. SSLC സർട്ടിഫിക്കറ്റ് മാത്രം വയ്ക്കുക. അതോടൊപ്പം നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കും അപ്ലോഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. നിലവിൽ BPL-കാർക്ക് മാത്രമാണ് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്നത്. വെള്ള, നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് നിലവിൽ അപേക്ഷ നൽകാനായി സാധിക്കില്ല. BPL വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണ് അപേക്ഷ നൽകാൻ കഴിയുന്നത്. കഴിഞ്ഞ 2-3 മാസങ്ങളിലായി എല്ലാ മാസവും കൃത്യമായി പൈസ ലഭിക്കുന്നുണ്ട്. അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ അതിന്റെ തുടർന്നുള്ള പ്രോസസ്സിംഗ് എല്ലാം നടക്കുന്നത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ്. നിങ്ങൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ആണെങ്കിൽ അതാത് സ്ഥാപനങ്ങളിലാണ് അതിന്റെ ബാക്കിയുള്ള പ്രോസസ്സിംഗ് എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് മൊബൈലിൽ അപേക്ഷ കൊടുത്തവരോ അടുത്തുള്ള ഏതെങ്കിലും ഓൺലൈൻ സെന്ററുകളിലോ അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾ അതിന്റെ റഫറൻസ് നമ്പറിനോടൊപ്പം നിങ്ങളുടെ കൗൺസിലറെയോ വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിലോ ഒക്കെ ബന്ധപ്പെട്ടാൽ അതിനുള്ള ക്രമീകരണം അവർ ചെയ്തു തരുന്നതായിരിക്കും. ഇതുവരെയും അപേക്ഷ നൽകിയിട്ടില്ലാത്തവർ ഇന്നു തന്നെ അപേക്ഷ നൽകാൻ പരിശ്രമിക്കുക. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും.